ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റെനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സിബ് ഇതാ കണ്ടില്ല, ഈ ഒരു ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഒരു ക്ലോത്തിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കട്ടോ. ആദ്യം ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കട്ടിയുള്ള ഒരു ഭാഗം വരുന്നില്ലേ, ആ പോർഷൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. ആ മാർക്കിന് നേരെ നമ്മൾ ഒരു ലൈന് വരച്ച് കൊടുത്തിട്ട് അവിടെ നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മാർക്ക് ചെയ്ത വരെ നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിത് മാക്സിലോ ടോപ്പിലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനെ നമ്മൾ മാർക്ക് ചെയ്തത് വരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഏത് ബിഗിനേഴ്സിനും ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന മെത്തേഡ് ഇതാണ് കേട്ടോ. ഇതിനും എളുപ്പത്തിൽ വേറൊരു മെത്തേഡ് ഇല്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ സെൻറ്റർ കൂടി ഇത് ജസ്റ്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, മാർക്ക് ചെയ്തത് വരെ കേട്ടോ. അതുവരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ സിബ് എടുത്തതിന് ശേഷം ആ സിബ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ആ സിബ് ഇതിൻ്റെ താഴത്തായിട്ട് നമ്മൾ സിബ് ആ സിബിൻ്റെ നല്ല വശം, അതായത് നമുക്ക് തുറക്കാൻ പാകത്തിനുള്ള ഭാഗം വേണം വെക്കാൻ കേട്ടോ. അത് മറിഞ്ഞു പോവാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. അത് വെച്ചതിന് ശേഷം നമ്മൾ നോക്കുക ഇവിടെ തുറക്കാൻ കഴിയുന്ന ഭാഗം ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇതാ തുറക്കാൻ കഴിയുന്ന ഭാഗത്ത് വെക്കുക. ഇത് നേരെ പോലെ വെച്ചതിന് ശേഷം ഈ ക്ലോത്ത് ഇതിൻ്റെ നല്ല വശം നമുക്ക് കാണുന്ന രീതിയിൽ കേട്ടോ, നല്ല വശം നമുക്ക് കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു ബോക്സ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ ഷിബ് അറ്റാച്ച് ചെയ്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. സിബ് ഇതേമാതിരി നമ്മൾ ഫുൾ ഇട്ടതിന് ശേഷം വേണം, അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഇട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഒരു ബോക്സ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു മടുക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മടക്കി അടിക്കൂലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക, അത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഇതിൽ ശ്രദ്ധിക്കാനില്ല. ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക. ഈ മടക്കി അടിക്കുന്ന സമയത്ത് നമ്മൾ താഴത്തെ എൻഡിലെത്തുമ്പോൾ നമ്മൾ സൂചി ഇറക്കിയിട്ട് ജസ്റ്റ് ആ ബോക്സുമായിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ 2 വെട്ടിട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു മടുക്ക് റെഡി ആവും കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും അതേപോലെ തന്നെ ഈസിയായി സ്റ്റിച്ചിങ്ങും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതേപോലത്തെ ക്രോസ് പീസ് അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ അറിയാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.